സംഘടനകളേറെയുള്ള പ്രവാസ ലോകത്ത് വ്യത്യസ്തമാവുകയാണ് സൗദിയിലെ യാംബുവിലുള്ള മലയാളി അസോസിയേഷൻ. വിവിധ സംഘടനകളുള്ളവർ ഒന്നിച്ച് 5 വർഷത്തോളമായി ഈ കൂട്ടായ്മയിലൂടെ ജനസേവന രംഗത്ത് സജീവമാണ്. ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളിലൂടെ ലക്ഷങ്ങളുടെ സഹായമാണ് ദുരിതമനുഭവിക്കുന്നവർക്ക് ഇവരെത്തിച്ചത്. അംഗങ്ങളിൽ നിന്നുള്ള തുച്ഛമായ മാസാന്ത വരിസംഖ്യയാണ് യാംബു മലയാളി അസോസിയേഷന്റെ പ്രധാന വരുമാനം. YMA സൗഹൃദവേദിയുടെ കീഴിൽ രൂപവൽക്കരിച്ച നന്മ യാംബു ഇതിനകം നിർധനരായ 100ഓളം കിഡ്നി ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്കായി 26 ലക്ഷം രൂപയുടെ ധനസഹായമാണ് നൽകിയത്. കഴിവില്ലാത്ത ആളുകൾക്ക് നിയമസഹായം യാംബു ലേബർ ഓഫീസുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ടിക്കറ്റ് അതുപോലെയുള്ള പരിപാടികളെ യാംബു മലയാളി അസോസിയേഷൻ ചെയ്തിട്ടുണ്ട്. ലഭ്യമാകുന്ന അപേക്ഷകളിൽ നിന്ന് അർഹരായവർക്ക് എല്ലാ മാസവും ചേരുന്ന നന്മ നിർവാഹക സമിതി യോഗം ചികിത്സാ ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകുന്നു. പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കി അവർക്ക് ആശ്വാസം നൽകുക, താങ്ങും തണലുമായി നിൽക്കുക, ഇതാണ് ഈ YMA ലക്ഷ്യം കാണുന്നത്. കേരളത്തിൽ സർക്കാർ അംഗീകാരത്തോടെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക സന്നദ്ധ സംഘടനകൾക്ക് 2 ഡയാലിസിസ് മെഷീൻ സംഭാവനയായി നൽകാനാണിപ്പോൾ സംഘടനയുടെ ശ്രമം. ഇതിനായുള്ള ശ്രമത്തിലാണിപ്പോൾ നന്മ. ഡയാലിസിസ് സംബന്ധമായി സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പേരിൽ ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു 2 ഡയാലിസിസ് മെഷീൻ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. നിരവധി പേർ പദ്ധതികളുമായി സഹകരിച്ചു വരുന്നു. പ്രവാസിയുടെ പ്രശ്നം ഒന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് കൂട്ടായ പരിശ്രമത്തിലൂടെ പരിഹാരം കണ്ടെത്തുക എന്നാണ് ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം. വ്യവസായ നഗരിയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ രഹിതരുടെ ആധിക്യം കണക്കിലെടുത്ത് ജോബ് സെൽ ആരംഭിച്ചതും രക്തദാന സെൽ രൂപവൽക്കരിച്ചതും സേവന രംഗത്തെ പുതിയ കാൽവയ്പാണ്. രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ വേദികളിൽ വേറിട്ട കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും പ്രകടിപ്പിക്കുന്ന സംഘടനാ നേതാക്കൾ യാംബുവിലെ ഒരുമയുടെ പെരുമ വിളിച്ചോതുന്ന ഈ കൂട്ടായ്മയിൽ ഒന്നാണ്. നിയാസ് യൂസഫ്, മീഡിയ 1, യാംബു.